രേണു ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ രേണുവിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഇന്റർവ്യൂവിൽ മെയിൻ ആയിട്ട് ചർച്ച ചെയ്ത കാര്യം എന്ന് പറയുന്നത് രേണുവിനെയും കിച്ചുവിനെയും പറ്റി ഒരു ബ്ലോഗർ ഒരു വീഡിയോയുടെ തംബ്നെയിൽ ഇട്ടായിരുന്നു. ആ തംബ്നെയിലിനെ പറ്റി ആ അവതാരിക രേണുവിനോട് ഡയറക്റ്റ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. അത് ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. അതിനെ പറ്റിയാണ് രേണു പറയുന്നത്. അതായത് രേണുവിനെതിരെ വീഡിയോ ഇട്ട റിയാക്ഷൻ വീഡിയോക്കാരെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ ആ ഒരു വീഡിയോ കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോക്കാരെ പറ്റി പറയുന്നുണ്ട്. അതിൽ മഞ്ഞത്തൊപ്പി ഇട്ട ആളിനെ പറ്റിയും ഉണ്ടക്കണ്ടുള്ള ആളിനെ പറ്റിയും പിന്നെ ഒരു സ്ത്രീയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറയുന്നുണ്ട്. എനിക്കതൊന്നും അല്ല കേട്ടോ തോന്നിയത്. രേണുവിന് കിച്ചുവിനോട് ഡയറക്റ്റ് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ വീഡിയോയിലൂടെ കിച്ചുവിനോട് പറയുന്നതാണോ അതോ ഇനി ജനങ്ങളോട് പറയുന്നതാണോ, അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ കിച്ചുവിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കിച്ചു പറയുന്നുണ്ടായിരുന്നു ഈ പ്രായത്തിലും എനിക്ക് കുറച്ച് വസ്തു മേടിക്കണം, അതിനകത്തൊരു വീട് വെക്കണം എന്നൊക്കെ കിച്ചു പറയുന്നുണ്ടായിരുന്നു. അത് കണക്ക് കിച്ചു ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചോണ്ടാ തോന്നുന്നു രേണു ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്കിപ്പം സുഖമില്ല, ഞാൻ ഇവിടുന്ന് ഒന്ന് എഴുന്നേറ്റോട്ടെ, ഞാൻ ഇവിടുന്ന് ഒന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങും, അതേ കണക്ക് തന്നെ ഞാൻ വസ്തു മേടിക്കും, ബിസിനസ് തുടങ്ങും, വസ്തു മേടിക്കും. ഈ കാര്യം രേണു പറയുന്നുണ്ട്. അതേ കണക്ക് തന്നെ പറയുന്നുണ്ട് ഇപ്പൊ ഒരു വ്ളോഗർ കാർ മേടിച്ചു. അതായത് രേണുവിന്റെയും കിച്ചുവിനെയും പറ്റി ഒരു തംബ്നെയിലിട്ട് ആ തംബ്നെയിൽ രേണുവിന്റെ ഇന്റർവ്യൂവിൽ ചർച്ചാ വിഷയമായി. ആ കാര്യം ജനങ്ങൾ അങ്ങ് ചർച്ചാ വിഷയമാക്കി. ആ വ്ളോഗർ ഇപ്പൊ ഒരു കാർ മേടിച്ചു. എടാ നീ എന്നെ വിറ്റ കാശ് കൊണ്ടല്ലേടാ നീ കാർ മേടിച്ചത്, നീ കാർ മേടിച്ചില്ലേടാ എന്ന് പറഞ്ഞിട്ട് നല്ല പച്ച തെറിയാണ് രേണു വിളിക്കുന്നത്. പക്ഷേ ഇത്രയും തെറിയൊന്നും പറയണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് റിയാക്ഷൻ വീഡിയോക്കാരെ പറ്റി പറഞ്ഞതോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോക്കാർ 3-4 പേരെ പറ്റി രേണു നല്ല ചീത്ത വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനെ പറ്റിയൊക്കെ എനിക്ക് തോന്നിയത് ഈ കിച്ചു ഇപ്പൊ ബിസിനസ് തുടങ്ങിയതും കിച്ചു ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് വസ്തു മേടിക്കുമെന്ന് പറയുന്നതും ഒന്ന് രേണുവിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അക്കാര്യങ്ങളെ പറ്റിയാണ് രേണു പറഞ്ഞത്. അത് രേണുവിന് കിച്ചുനോടൊക്കെ പറഞ്ഞാൽ പോരായിരുന്നോ ഫോൺ ചെയ്ത്, എടാ നീ വസ്തു മേടിക്കുമെന്ന് പറഞ്ഞില്ല, ഞാനും മേടിക്കൂടാ വസ്തു, നീ അത് ബിസിനസ് തുടങ്ങൂടാ, ബിസിനസ് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റോട്ടെ. അപ്പം ആ കാര്യങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇനിയിപ്പോ ഞാൻ നായിന്റെ മോനെ വിളിച്ചാൽ തെറിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ നിന്നെ വിളിക്കുന്നത്. നീ ഇതിന്റെ പേര് ബ്ലോഗ് ഉണ്ടാക്കണ്ട. നീ കാറ് കഴിച്ചില്ല എന്നെ വിറ്റിട്ട്. നാണം കെട്ടവൻ. എന്നെ വിറ്റ് എന്റെ വ്യൂസ് അല്ല നിനക്ക് എവിടെയാണ് വ്യൂസ് ഉള്ളത്? നാണമില്ലാത്തത് മറ്റേ മോനെ. ഇനിയെങ്കിലും നീ നിർത്തണം. ക്യാൻസർ രോഗത്തിൽ നിന്ന് ഞാൻ എന്തായാലും അടുത്ത വർഷം ഈ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ എന്റെ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ സിനിമയും ആൽബവും ഇനോഗ്രേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്ത് ഞാൻ ജീവിക്കും. ഞാൻ ബിസിനസിന്റെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, മനസ്സിലായി. ഞാനത് മുന്നോട്ട് ഞാൻ ഇപ്പൊ ഇല്ല, ഇതൊന്നും ഞാൻ എഴുന്നേക്കട്ടെ. ഇപ്പൊ എഴുന്നേക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് ഞാൻ ബിസിനസ് ചെയ്യാത്ത, സ്ഥലം മേടിക്കാത്തതൊക്കെ. പിടികിട്ടിയോ? ഒന്നും മേടിക്കുന്നില്ല, എല്ലാം ഞാൻ